പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഒരുക്കിയ ദിവസത്തിൽ, കർത്താവ് ഒരുക്കിയ സമയത്ത്, കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് തമ്മിൽ കാണാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നാളെ മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്മസിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങണം. കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഈ 24 ദിവസം ശരിക്കും ഒരുങ്ങണം കേട്ടോ. പപ്പയോട് മമ്മിയോട് ചോദിച്ചു എങ്ങനെ ഒരുങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ച് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി മുതിർന്നവർ അങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോടുക. കർത്താവിന് വലിയൊരു അനുഗ്രഹം ഉണ്ടാവും. ഞാൻ നിങ്ങളെ സ്നേഹം ഓർപ്പിക്കുക. കുടുംബാംഗങ്ങളോട് ആളുകൾ എങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈശോയുടെ വലിയൊരു ക്രമീകരണമാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ. ഈ ശുശ്രൂഷകൾ ഇങ്ങനെ നടക്കുമ്പോൾ, ഇവിടെ കർത്താവിനെ നിയോഗിക്കപ്പെട്ടവർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതേപോലെ തന്നെ ആരാധന ശുശ്രൂഷകൾ നടക്കുമ്പോൾ, നിങ്ങൾ ഭവനങ്ങളിലോ യാത്രയിലോ പിന്നെ പല സ്ഥലങ്ങളിലും പല സാഹചര്യം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ഈശോയോട് വരുന്നുണ്ട്, ഈശോയോട് അടുത്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും ഒക്കെ ഈശോ കാണുന്നുണ്ട്. ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ നടക്കുമ്പോൾ എന്നതുപോലെ, ഒരു ധ്യാനഗത്തിൽ ശുശ്രൂഷ നടക്കുന്നത് എന്നതുപോലെ ഈശോ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യവള്ളി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അഭിഷേകാഗ്നി കണ്ടൊരു കുടുംബം വന്ന് പറഞ്ഞ സാക്ഷി എന്നെ നന്നായിട്ട് ടച്ച് ചെയ്തു. ശരിക്കും പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, ഈശോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഈശോ ബെമ്പി നിൽക്കുന്നത് പോലെയാണ്. നമുക്ക് സാക്ഷി ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അബീഷ് ആൻ്റണി. ഞാൻ ഇടുക്കി രൂപതാംഗമാണ്. എൻ്റെ മകന് ഈശോ തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇവന് 1 വയസ്സ് താഴെയുള്ളപ്പം തൈറോയ്ഡ് സ്ഥിരീകരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 1 വയസ്സ് 1 വയസ്സിൽ താഴെയുള്ളപ്പം 1 വയസ്സാകുന്നതിന് മുമ്പ് തൈറോയ്ഡ് സ്ഥിരീകരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ മരുന്ന് കഴിച്ചത് മാറുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു മാറുകയില്ല, 18 വയസ്സ് വരെ നിർബന്ധമായിട്ടും കഴിക്കണം. 3 മാസം കൂടുമ്പോൾ TSH ചെക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അഭിഷേകാഗ്നി ഞായറാഴ്ച ശാലോം TV കാണുമ്പം ദിവ്യകാരുണ്യ ആരാധനയിൽ അവനെ തൊടിയിപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇത് മാറുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞുള്ള ചെക്കപ്പിൽ TSH ബിലോ ആവറേജ് വരുന്നത് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിനി മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. നിർത്തി 3 മാസം ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഇനി മരുന്ന് കൊടുക്കണ്ട. ഇപ്പം 5 വർഷം കഴിഞ്ഞു. കർത്താവേ, ശരിക്കും ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് 18 വർഷക്കാലം, 18 വയസ്സ് വരെ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് സർജറി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അഭിഷേകാഗ്നിയോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് കൊച്ചുമോനെ കൊണ്ട് ഈശോമ തൊട്ട് മുത്തി ഈ തൈറോയ്ഡുള്ള ഭാഗത്ത് കഴുത്തിൻ്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബിലോയെ 50 mg കഴിച്ചിരുന്ന ഗുളിയെ 25 mg ആയിട്ട് മാറ്റി. പിന്നീട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി 25 mg കഴിക്കണ്ട. അതിനുശേഷം നിർത്തിയതിന് ശേഷം 5 വർഷമായി. എല്ലാ 6 മാസം കൂടുമ്പോഴും 5 വർഷമായി ഇതുവരെ ആ കൊച്ചുമോനെ ഈ രോഗം ഉണ്ടായിട്ടില്ല. കർത്താവ് നിന്നെ പ്രത്യേകം അനുഗ്രഹിച്ച പോലെ കേട്ടോ. കർത്താവ് നിന്നെ പ്രത്യേകം തൊട്ട് കേട്ടോ. 18 വയസ്സ് വരെ മരുന്ന് കഴിക്കാൻ നിർബന്ധമായിട്ടും 18 വയസ്സ് വരെ മരുന്ന് കഴിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിരുന്നതാണ്. ആ കുഞ്ഞിൻ്റെ വിശ്വാസം നോക്കിയേ. അഭിഷേകത്തിന് കൂടുമ്പോൾ TV-യിൽ ഈശോയെ പോയി ഇങ്ങനെ തൊട്ട് കൈവച്ച് ഈശോയെ കർത്താവ് തൊട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവചനം 3:19 വചനം ഞാൻ ഓർക്കുകയാണ്.
കർത്താവ് പറയുകയാണ്, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൊച്ചിനെ കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ അപ്പനും അമ്മയ്ക്കും തോന്നിയില്ലേ അല്ലേ? എന്നിട്ട് കർത്താവിന് സാക്ഷ്യം വയ്ക്കാൻ കർത്താവ് കൃപ കൊടുത്തില്ലേ? എത്രയോ പേരുടെ മുൻപിലാണ് ഈശോയെ മഹത്വപ്പെടുത്താൻ ഇടവന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തുടക്കത്തിൽ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ ആത്മാവിൽ പ്രേരണ തരുന്നുണ്ട്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് പറയുക, പരിശുദ്ധാത്മാവേ എന്നെ ഒരു സാക്ഷിയാക്കണം, എന്നെ ഒരു സാക്ഷിയാക്കണം. അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ഒരു പ്രത്യേക കൃപ നിറയണം. ഈ ശുശ്രൂഷ സമയത്ത് നന്നായി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ. ഇതുപോലെ 10,000ങ്ങളുടെ മുമ്പിൽ, ലക്ഷങ്ങളുടെ മുമ്പിൽ കർത്താവ് സാക്ഷ്യപ്പെടുന്ന ഒരു അവസരം കർത്താവ് നമുക്ക് തരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തണം, പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തണം, പരിശുദ്ധാത്മാവ് എനിക്ക് എന്നെ സാക്ഷിയാക്കി മാറ്റണം, എൻ്റെ വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണം, എനിക്ക് കുറച്ചുകൂടെ ദൈവസ്നേഹത്തിൻ്റെ കൃപ തരണം. കർത്താവെ, ഇതുപോലെ നിഷ്കളങ്ക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണം. ആഗ്രഹം പരിശുദ്ധാത്മാവ് പറയുക. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ആ ഒരു കൃപ തരും. ഇന്ന് കർത്താവ് അങ്ങനെ തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ലക്ഷങ്ങളുടെ മുൻപിൽ ഇതുപോലെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ തക്കവിധം, കർത്താവേ, അഭിഷേകത്തിൽ ഒരു സാക്ഷ്യം പറയാൻ തക്കവിധം പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എനിക്ക് ശരണം തരണം. എനിക്കൊരു നിഷ്കളങ്ക വിശ്വാസം തരണം. നമ്മുടെ അവസ്ഥകളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രത്യേക ദാഹം തരണം. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിച്ചിടാൻ ദാഹമോടെ പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച് പരിശുദ്ധമാവാൻ ക്രിസ്തു സാക്ഷിയാവാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സാക്ഷിയാകാൻ ഉന്നതത്തിൽ നിന്നും ശക്തി ധരിച്ചിടാൻ ദാഹമോടെ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ സാക്ഷി പരിശുദ്ധമാവാൻ ക്രിസ്തു സാക്ഷിയാവാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി പരിശുദ്ധമാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. പരിശുദ്ധമാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒന്നോട് ശ്രദ്ധിക്കാവോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ദൈവസ്നേഹത്തിന്റെ വലിയ അഗ്നി കൊണ്ട് ഞങ്ങൾ ജ്വലിക്കട്ടെ. ഈശോയുടെ വചനത്തിന്, സത്യത്തിന്റെ വലിയ പൂർണ്ണതയിൽ ഞങ്ങൾ എത്തട്ടെ. നിനക്ക് സാക്ഷ്യം വഹിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാ അഭിഷേകം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഉച്ചരിക്കട്ടെ, ഉച്ചരിക്കട്ടെ, ഉച്ചരിക്കട്ടെ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാൻ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തിയിടുവാൻ. സുവിശേഷ മൂല്യങ്ങൾ നിറഞ്ഞിടുവാൻ, സത്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തി. ദൈവസ്നേഹ പാരമ്യത്താൽ ജ്വലിച്ചിടുവാൻ, ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാൻ. ദൈവസ്നേഹ പാരമ്യത്താൽ ജ്വലിച്ചിടുവാൻ, ആത്മാവിന്റെ ഫലങ്ങളാൽ സാക്ഷ്യമേകുവാൻ. ഉറവിടമാം ദൈവമേ, എന്നിൽ നിറഞ്ഞിടണേ. അഭിഷേകത്തിൻ അഗ്നിയായി കത്തിപ്പടർന്നിടണേ. ആഗ്രഹത്തോടെ പരിശുദ്ധമായി തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. നന്നായി ഉയർത്തി കൈയടിച്ച് പരിശുദ്ധമാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ, മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. അല്പം കൂടി ദാഹിച്ച് പരിശുദ്ധമാവേ, തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ, മിന്നലൊളിയായി എന്നിൽ
പ്രാർത്ഥനാ വരങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് വിശ്വാസത്തിന്റെ കൃപ പരിശുദ്ധമാവേ തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധമാവേ മിന്നലൊളിയായി എന്നിൽ വന്നു പതിക്കണമേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, അഭിഷേകത്തെ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വലിയ അഗ്നി കൊണ്ട് നിറയ്ക്കണമേ, വലിയ പരിശുദ്ധാത്മാഭിഷേകം പകരണമേ. കർത്താവെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കാൻ പ്രത്യേക കൃപ നൽകണമേ, വിശ്വാസത്തിന്റെ ജ്വലം നൽകണമേ, ദൈവസ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ, സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് വചനത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ കർത്താവേ, ഓരോരുത്തരും സ്തുതിക്കുകയാണ്, ഓരോരുത്തരും ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, 10,000 മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ തക്കവിധം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. മുൻകൂട്ടി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ആരാധന 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 സ്വയ ആരാധന ആരാധന. ഓ കർത്താവെ, തകർന്നുപോയ ജീവിതങ്ങളെ ഇപ്പോൾ പ്രത്യേകം ആശീർവദിക്കുന്നു കർത്താവേ. തകർന്നുപോയ ജീവിതങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവേ. പ്രാർത്ഥന വച്ചു വരണ്ടുപോയ ഹൃദയങ്ങളിലേക്ക് ജീവജലത്തിന് ഉറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ഹൃദയത്തിൽ ഉച്ഛരിക്കട്ടെ. ഓ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഉച്ഛരിക്കട്ടെ. ജീവജലത്തിന് അരിവുകൾ പൊട്ടി പുറപ്പെടട്ടെ. ആരാധന 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 സ്വയ ആരാധന ആരാധന ആരാധന. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന 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 സ്വയ ആരാധന ആരാധന സ്വയ ആരാധന ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. പിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായി പരിശുദ്ധി അമ്മ ഈ എപ്പിസോഡ് കാണാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കും, വിശ്വസിക്കുകയാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മ ഉജ്ജ്വലിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കും, വിശ്വസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു ഷെയറിങ് പോലെ അങ്ങ് പറയാൻ വിചാരിക്കുകയാണ്. ഓരോ എപ്പിസോഡും ഓരോ വിധത്തിലായിക്കോട്ടെ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ഓരോ എപ്പിസോഡിൽ ഇത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റിയല്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം അല്ല 1-2 കാര്യം സമയം കിട്ടുന്നതനുസരിച്ച് ഈ എപ്പിസോഡിൽ പറയാം. അതിനുശേഷം പിന്നെ 1-2 എപ്പിസോഡുകൾ നമ്മുടെ അച്ഛന്മാർ ആരെങ്കിലും ഉള്ള എപ്പിസോഡുണ്ടോ, അത് കഴിഞ്ഞിട്ട് വരുന്ന എപ്പിസോഡിലായിരിക്കും ബാക്കി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരുന്ന് അതൊരു നോട്ട്ബുക്കിൽ എഴുതി അങ്ങനെയൊക്കെ ചെയ്യണം. കുറച്ച് അധ്വാനിക്കാതെ പറ്റിയല്ല. ആത്മീയ ജീവിതത്തിൽ ഒരു അധ്വാനം നല്ലതാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പിസോഡ് ഞാൻ പറഞ്ഞേക്കാം, ഇന്ന എപ്പിസോഡ് ഒന്ന് കാണണം എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടിക്കോളും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചില സമൂഹങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്? അപ്പോൾ സാധാരണ ആൾക്കാർ പറയാനുള്ള മറുപടി, ഞാൻ കൊന്ത ചെല്ലും, ചിലപ്പോൾ ഞാൻ കുറച്ച് നേരം ബൈബിൾ വായിക്കും, പിന്നെ കുറച്ച് നേരം ഒന്ന് സ്തുതിക്കും. വേറെ ചില ആൾക്കാർ പറയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മനസ്സുകൊണ്ട് അനുദപിക്കും. വേറെ ചില ആൾക്കാർ പറയും ഞാൻ കരുണക്കൊന്ത ചെല്ലും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ചില ആൾക്കാർ പറയും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് വായിച്ച് ഈശോ എന്താണെങ്കിലും പറയുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വ്യക്തിപരമായ പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണെന്ന് പറയാൻ പറ്റിയല്ല. ബിക്കോസ് ഇറ്റ് ഈസ് പേഴ്സണൽ. ഇത് വ്യക്തിപരമാണ്. വ്യക്തിപരമായതുകൊണ്ട് തന്നെ അത് വ്യക്തിപരമാണ്. അതുകൊണ്ട് വേറെ ഒരാൾ നടത്തുന്ന രീതിയിൽ നടത്തുന്നത് നല്ലത്. അത് അവനവൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഒരു സംഗതിയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ
ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, പലവിധ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം കൂടെ ഉൾച്ചേർന്ന് വന്നാൽ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന ആയെന്ന് വേണേൽ പറഞ്ഞു വെക്കാൻ പറ്റും. ഒരു പൂർണ്ണതയിലല്ല, പക്ഷേ ഒരു രീതിയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ചൊല്ലുന്നത് തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ്, വചനം ഇതെല്ലാം പ്രാർത്ഥനയാണ്, ഒന്നും പ്രാർത്ഥനയല്ല. പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ചില ഘടകങ്ങൾ വരുന്നത് നല്ലതായിരിക്കും. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലാണ്ടിരുന്ന പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ ഏകാഗ്രത കിട്ടുന്ന, ഒരു ഡിവൈൻ പ്രസൻസ് കിട്ടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ രൂപത്തിൻ്റെ മുൻപിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഒരു പ്രാർത്ഥനയുടെ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയിരിക്കുന്നത് അത്യുത്തമമാണ്, നിത്യാരാധന നടക്കുന്ന ചാപ്പലിൽ പോയിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ നമുക്ക് പറ്റിയ നല്ല പ്രാർത്ഥിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് വരുന്നത് പിന്നെ കുറേ പല വിചാരങ്ങളും, കുറേ പലതരം ചിന്തകളും, പിന്നെ അതിൻ്റെ മൽപ്പിടുത്തവും, പിന്നെ കഴിഞ്ഞ കുറച്ച് വായ്ക്കോട്ടയും, ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആ മൽപ്പിടുത്തമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദൈവ ഐക്യത്തിലേക്ക്, ഒരു ദൈവ സാന്നിധ്യ സ്മരണയിലേക്ക് വരുന്നത് നല്ലതാണ്, ഒരു അവബോധത്തിലേക്ക് വരുന്നതിന് നല്ലതാണ്. അതൊക്കെ പല മനുഷ്യർക്കും പല രീതിയിലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ഒരു 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 പ്രസൻസ് ഓഫ് ലോഡ്, ഒരു ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുന്നവരുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കരുണക്കൊന്തയുടെ ഒരു ഭാഗം ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു അഭിഷേകത്തിലേക്ക് വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ചില വചനങ്ങൾ പറഞ്ഞാൽ മതി, കർത്താവേ അവിടുത്തെ വാത്സല്യം എന്നൊക്കെ പറയുന്ന ചില വചനങ്ങൾ പറഞ്ഞാൽ തന്നെ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. വേറെ ചില വ്യക്തികൾ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് ഏതെങ്കിലും ചില പാട്ടിൻ്റെ ഈരടികളോ അല്ലേ, ചില അങ്ങനത്തെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്നൊരു ദൈവസാന്നിധ്യത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ദേവാലയത്തിലാണ് ഇരിക്കുന്നെങ്കിൽ പിന്നെ അതിനകത്ത് തന്നെ ഒരു ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലേക്ക് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഇരിക്കുന്ന പൊസിഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഉറക്കം വരാൻ സാധ്യതയുള്ളൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഉറക്കം വരാത്ത നല്ലൊരു പൊസിഷനിലേക്ക്, അവർ നല്ലൊരു സ്ഥലം, നല്ലൊരു പൊസിഷൻ, നല്ലൊരു ഒരു 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 അവബോധത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാരെ സംബന്ധിച്ചാൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം ഓർത്താൽ മതി, പെട്ടെന്നൊരു അനോയിന്റിങ്ങിലേക്ക് വരും. ചിലപ്പോൾ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ചില മുൻ ദൈവാനുഭവങ്ങൾ ഉണ്ടായത് ഓർക്കുമ്പോൾ തന്നെ ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇതൊരു ആമുഖമാണ്, ഇതൊരു ഒരുക്കമാണ്. അത് കഴിഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വരുന്ന ചില ഘട്ടങ്ങളെ, ചില മേഖലകളെ കുറിച്ച് പറയാം. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും എഴുതിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓർമ്മയിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതേ ഓർഡറിൽ ഇതൊന്നും ചെയ്യണമെന്നില്ല, ഇതെല്ലാം വ്യക്തിപരമാണ്, പക്ഷേ ഇതെല്ലാം ഉൾച്ചേരുന്ന നല്ലതാണ്. ഒന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് പ്രാർത്ഥനയിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഒന്ന് കഴുകി വിശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. ഹെബ്രായ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ തിരുവചനം, ഹീബ്രോസ് ചാപ്റ്റർ 9:14, അതിന് സ്ക്രീനിലുണ്ട്, നമുക്കൊന്ന് വായിക്കാം. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ രക്തം ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികൾ എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ നമ്മുടെ അന്ധകരണം, നമ്മുടെ മനസാക്ഷി അല്ലേ, അങ്ങനത്തെ മേഖലകളിൽ അല്ല നമ്മുടെ ഹൃദയം എന്നൊക്കെ പറയാം, ആ മേഖലകളിലെല്ലാം ഒരു വിശുദ്ധീകരണം വരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ചിലപ്പോൾ നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപമായിരിക്കണമെന്നില്ല, പക്ഷെ ജീവൻ നൽകാത്തത് പാപമല്ല, പക്ഷെ ഒരു ജീവൻ നൽകാത്തതാണ്.
അങ്ങനത്തെയുള്ള പല പല ചിന്താധാരകളും പല അവസ്ഥകളെല്ലാം ഈശോയുടെ തിരുരക്തം കൊണ്ടൊന്ന് കഴുകുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതേപോലെ തുടക്കത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ തന്നെ കഴുകുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പിശാച് അതുപോലെ തടസ്സങ്ങളുണ്ടാകും. ഞാൻ മറ്റൊരു എപ്പിസോഡ് പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. CCC പഠിപ്പിക്കുകയാണ്, പിശാച് മാക്സിമം ശക്തി ഉപയോഗിക്കുന്നത് ഒരാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിശാച് എന്തായാലും തടസ്സം ഉണ്ടാക്കും. പലതരത്തിൽ വ്യഗ്രതകൾ കൊണ്ടുവരാം, അതേപോലെ തന്നെ പല വിചാരം കൊണ്ട് അങ്ങനെ പല വിധത്തിൽ വന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെ കയറിട്ട് വലിച്ച് പ്രാർത്ഥന എഴുന്നേൽപ്പിക്കുന്ന കൊണ്ടുപോകുന്ന രീതിയിൽ പിശാച് പണിയെടുക്കാം. അപ്പോൾ പക്ഷേ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ എടുത്ത് വലിയൊരു ഡെലിവറൻസ് ആണത്. അതിനെക്കുറിച്ച് സൂചന നൽകുന്നതിന് വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലുണ്ട്. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് അവർ പിശാചിൻ്റെ മേൽ വിജയം നേടി. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഇതുപോലെ ഡിസ്ട്രാക്ഷൻസ് സംഗതികളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മുടെ ചിന്താഭാവന എല്ലാം ഒന്ന് കഴുകുന്നത് നല്ലതാണ്. നമ്മുടെ ഓർമ്മകളെല്ലാം ഒന്ന് കഴുകുന്നത് നല്ലതാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള ഒരു നല്ലൊരു ഒരുക്കമാണത്, നല്ലൊരു ഡെലിവറൻസ് ആണത്. പ്രകടമായ വ്യത്യാസം വരും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 5 and 6. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം കർത്താവിൻ്റെ എല്ലാം നന്നായി നന്നായി എന്നൊക്കെ കർത്താവ് പറയുന്ന രംഗം നിങ്ങൾക്കറിയാം. അതിനുശേഷം പറയുന്ന അടുത്തൊരു പ്രോബ്ലമാണിത്. അവൻ്റെ ചിന്തയും ഭാവന എപ്പോഴും ദുഷിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ചില മനുഷ്യരുണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളും ജഡിക ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കുത്തു നിറയ്ക്കാൻ ഞാൻ മടുത്തു എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കാണാനിട വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനത്തെ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഫോട്ടോയുടെ പ്രിന്റ് വരുന്ന പോലെ ഇങ്ങോട്ട് വരും. ശരിക്കും എങ്ങനെയാ ശരിക്കും സംഭവിക്കേണ്ടത് എന്താ? ഉത്തമഗീത 6:12 നടക്കേണ്ടത്. ഉത്തമഗീത 6:12 എന്താ വചനം? ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിൽ ഇരുത്തി. എന്തൊരു മനോഹരമായ വചനമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരിക്കുന്ന സമയത്ത് ആ ദൈവസാന്നിധ്യ സ്മരണയിലേക്കൊക്കെ ഒന്ന് വരണമെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ അവെയറാകണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഭാവന നമ്മുടെ ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി അല്ലേ. എൻ്റെ ഭാവന ഞാൻ അറിയാതെ തന്നെ ഈശോയുടെ അടുത്ത് കൊണ്ടേ ഇരുത്തി, കർത്താവിൻ്റെ അടുത്ത് കൊണ്ടേ ഇരുത്തി എന്ന് പറഞ്ഞാൽ ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് വന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയും ഭാവനയൊക്കെ ആവശ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും പോയി പല വ്യക്തികളുടെ പോയി കറങ്ങും, പല ഓർമ്മകളിൽ പോയിരിക്കും. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ തന്നെ കഴുകി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ആത്മാവിനെ കഴുകുന്നത് നല്ലതാണ്. നമ്മുടെ ആത്മാവിൽ ശരിക്കും പറഞ്ഞാൽ നല്ല അല്ലേ സ്വർഗപ്രവേശനത്തിന് യോഗ്യമാകുന്ന വിധത്തിൽ നമ്മുടെ ആത്മാവിലുള്ള കടങ്ങളും വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ കടകളും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആത്മാവിലെ മുഴുവൻ കടങ്ങളും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവ് നല്ല വെണ്മയുള്ളതായി ആ ദൈവസാന്നിധ്യം ദൈവത്തിലേക്ക് വരാൻ വേണ്ടി പിന്നെ അത് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഈശോയെ എൻ്റെ ആത്മാവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, ഈശോൻ്റെ ആത്മാവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. അത് കുറേ സമയം പ്രാർത്ഥിക്കാനല്ല, വ്യക്തികളുടെ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ മനസാക്ഷി ഒന്ന് കഴുകുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മുടെ മനസാക്ഷിയിൽ അടിച്ചമർത്തപ്പെട്ട മനസാക്ഷി, ഭയപ്പെട്ട മനസാക്ഷി, അങ്ങനെ പലവിധ മേഖലകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമുക്ക് തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ മനസാക്ഷിയുടെ സ്വരം കേട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെയുള്ള മനസാക്ഷിയുടെ തലങ്ങളെല്ലാം ഒന്ന് കഴുകി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മനസ്സിൻ്റെ പല തരങ്ങളുണ്ട്. ബോധ മനസ്സ്, ഉബോധ മനസ്സ്, അബോധ മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ, ചെറുപ്പകാലം മുതൽ മനസ്സിൽ കിടക്കുന്ന ചില മുറിവുകൾ, ചിലപ്പോൾ പ്രാർത്ഥികരിക്കാൻ തന്നെ അറിയാതെ ചില വേദനകൾ, മുറിവുകൾ, ഓർമ്മകളെല്ലാം അങ്ങോട്ട് പൊങ്ങി വരും. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹൃദയം ദുഃഖം, നിരാശ, പണ്ട് മനസ്സ് മുറിവേറ്റ അനുഭവങ്ങൾ,
അല്ലേ? ഹൃദയത്തിലുള്ള വെറുപ്പ്, ഇറിറ്റേഷൻ അന്ന് വേണ്ട. അങ്ങനത്തെ ഓരോരോ മാതാപിതാക്കന്മാരുടെ സ്നേഹം ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾ, അപകർഷതാബോധം, അങ്ങനെയുള്ള മനസ്സിൻ്റെ മുറിവുകൾ, ചിലപ്പോൾ സമൂഹത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എല്ലാ മനസ്സിൻ്റെ മുറിവുകൾ, വേദനകൾ എല്ലാം ഒന്ന് കഴുകി വിശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മുടെ ശരീരം കഴുകുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കോശങ്ങൾ, അസ്ഥികൾ, ഞരമ്പുകൾ, കംപ്ലീറ്റ് മേഖലകളും ഒന്ന് കഴുകി വിശുദ്ധീകരിക്കുന്നത് നല്ലതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസാക്ഷി, സമസ്ത മേഖലകളും ഒന്ന് കഴുകി വിശുദ്ധീകരിച്ച് പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് ഒരുങ്ങുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒപ്പം തന്നെ സഹോദരങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ, ഒരു കാലഘട്ടം നമ്മുടെ കണ്ണുകളിലോട് ഒരുപാട് അശുദ്ധി കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് പോവുകയല്ല. ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെവികളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലോ വന്നിരിക്കുന്ന സമസ്ത മേഖലകളും കർത്താവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ എന്നങ്ങ് പ്രാർത്ഥിക്കുക. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെ നടത്തണം എന്നുള്ള എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ പറയാം. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ തന്നെ കഴുകാൻ വേണ്ടി ആരാധന എഴുന്നള്ളിച്ച് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈശോയുടെ രക്തം കൊണ്ട് കഴുകുമ്പോൾ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആരാധനയ്ക്ക് ഒരുങ്ങാം. വിശുദ്ധ പത്രോസ്ലേഹായിലൂടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് ഓർക്കാം. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന നശ്വരമായ വെള്ളിമ സ്വർണ്ണം കൊണ്ടല്ല, പിന്നെയോ ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തം കൊണ്ടാണ്. കഴിഞ്ഞ മണിക്കൂറിൽ ദൈവവചനത്തിൽ കേട്ടതെല്ലാം വിശ്വസിക്കുകയാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള തടസ്സങ്ങളെല്ലാം ആദ്യം മാറണം. ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം കഴുകി വിശുദ്ധീകരിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കഴുകണം. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടും. ദൈവവചനം ഉറപ്പ് തരികയാണ്. തടസ്സങ്ങൾ വിട്ടുമാറിപ്പോവും. പ്രാർത്ഥനയ്ക്കുള്ള പലതരത്തിലുള്ള പിശാച് നടക്കുന്ന തടസ്സങ്ങളെല്ലാം വിട്ടുമാറിപ്പോവും. അപ്പം നമ്മൾ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ തന്നെ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ അത്ഭുതകരമായ വിടുതൽ സമൂഹത്തിലേക്ക് വ്യാപരിക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഈശോയുടെ രക്തം പൈശാചിക പീഡകളെ തകർക്കുന്നു. ഈശോയുടെ രക്തം ബന്ധനങ്ങൾ അടിക്കുന്നു. ഈശോയുടെ രക്തം വിടുതൽ നൽകുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിടുതൽ ഭാവിക്കട്ടെ. രക്തത്താൽ എന്നെ കഴുകണമേ, കൈകളടിച്ച് തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഓ കർത്താവേ, പ്രിയപ്പെട്ട ദാസന്മാരെ കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ഹൃദയത്തിലെ പല വിചാര പീഡ, ജീവിത വ്യഗ്രത, സ്വകലോലപത, മദ്യാസക്തി, ഓ കർത്താവ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പല വിചാര പീഡകൾ, ആത്മാവിലുള്ള പലതരത്തിലുള്ള കർത്താവേ ചങ്ങലകൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ, ഓ കർത്താവെ മനസ്സിന്റെ മുറിവുകൾ, വേദനകൾ, കർത്താവെ ദുഃഖം, നിരാശ, സങ്കടം, വെറുപ്പ്, ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ, മനസാക്ഷിയുടെ തെറ്റായ ബോധ്യങ്ങൾ, അടിച്ചപർത്തപ്പെട്ട മനസാക്ഷി, സംശയ മനസാക്ഷി, ഭയപ്പെട്ട മനസാക്ഷി എല്ലാം ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകട്ടെ. കർത്താവെ, ഇന്നവരെ കണ്ണുകളിലൂടെ കണ്ടത് അശുദ്ധി എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടത്, ആവശ്യമില്ലാത്ത സ്പർശനങ്ങൾ, കാനേന്ദ്രിയങ്ങൾ വഴി, കർത്താവെ നാവ് വഴി ഉണ്ടായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പീഡകളും അഴിയട്ടെ. ഹൃദയത്തിന്റെ ദുഷ്ചിന്ത, എല്ലാത്തിനും ധുതിക്കുന്ന പ്രകൃതം, അഹങ്കാര മൂലപാപങ്ങൾ, വേരുകൾ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിടുതൽ ഭാവിക്കട്ടെ. പാപം, രോഗം, ബന്ധനമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. പാപം, രോഗം, ബന്ധനമെല്ലാം യേശുവിൻ രക്തത്താൽ കഴുകണമേ. സാത്താന്റെ തന്ത്രങ്ങൾ, അന്ധകാര
യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. തകരട്ടെ. സാത്താന്റെ തന്ത്രങ്ങൾ അന്ധകാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ കൈകൾ ഉയർത്തി തകരട്ടെ. കൈയടിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി ദിവ്യകാരുണ്യ ആശ്രമ സമയത്ത് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയെ. നിങ്ങളുടെ കുടുംബങ്ങൾ, വംശങ്ങൾ, പാരമ്പര്യങ്ങൾ എല്ലാം ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. താമസിക്കുന്ന മുറി, പ്രാർത്ഥനാ മുറികളെല്ലാം ഈശോ രക്തത്താൽ മുദ്രയിട്ട് വേർതിരിക്കപ്പെടട്ടെ. ആരാധന.